വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന്. വീഡിയോ ഇടുന്നത് 6th സെം BBAക്കാർക്ക് വേണ്ടിയിട്ടാണ്. 6th സെം BBAയിൽ ഇൻകം ടാക്സ് എന്നുള്ളൊരു പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ആ പാർട്ടുകളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളൊരു പാർട്ടിൽ നിന്നാണ്. അതിൽ നിന്നാണ് മിക്കവാറും പ്രോബ്ലംസൊക്കെ SAക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ആ പാർട്ട് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. എൻ്റെ അടുത്തുള്ളത് എക്സലിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ടൈമിലൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചത് എഴുതി വെച്ചതൊക്കെ അതിലുണ്ടാവും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 22 അനുസരിച്ചിട്ട് ഇൻകം ഫ്രം എ പ്രോപ്പർട്ടി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു ലാൻഡോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ ആണ്, അല്ലെങ്കിൽ അപ്പാരൻറ്റ് ടു ദയർ ഓഫ്, അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു തിങ്സ് അല്ലെങ്കിൽ വസ്തുക്കളെയാണ് ഇൻകം ഫ്രം എ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്ന് മീൻ ചെയ്യുന്നത്. ഇവിടെ ഓണർ അല്ലെങ്കിൽ അസസി അയാളുടെ സ്വന്തം ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. ഓണർ എന്ന് പറയുമ്പോൾ അയാൾക്ക് 2 കണ്ടീഷൻസ് ഉണ്ട് ഓണർ എന്ന് കണക്കാക്കപ്പെടാൻ വേണ്ടിയിട്ട്. ആ 2 കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് എന്താണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നൊക്കെ 2 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ എഴുതാൻ പറ്റുന്നതായിരിക്കും, അല്ലെങ്കിൽ 1 വേർഡൊക്കെ ചോദിക്കാം. അപ്പോൾ ഒരു ഓണറായിട്ട് അയാൾ കൺസിഡർ പെടാൻ വേണ്ടിയിട്ട് അയാളുടെ പേരിലായിരിക്കണം ആ ഒരു ലാൻഡ് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടത്. അതുപോലെ തന്നെ ഈ മോർട്ടേജിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ലോൺ ടേക്ക് ചെയ്യുമ്പോൾ ജാമ്യത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ മോർട്ടേജർക്ക് തന്നെയായിരിക്കും ഓണർ എന്നുള്ള റൈറ്റ് ഉണ്ടാവുക. ഡീംഡ് ഓണേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണറായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നവരെയാണ് ഡീംഡ് ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്കാക്കപ്പെടുന്നവർ. യഥാർത്ഥ ഓണേഴ്സ് ആയിരിക്കില്ല, പക്ഷെ അവരെയും ഓണറായിട്ട് കൺസിഡർ ചെയ്യപ്പെടാം. അങ്ങനെയുള്ള ആൾക്കാരാണ് യഥാർത്ഥ ഓണറിൻ്റെ സ്പൗസ് അല്ലെങ്കിൽ അവരുടെ മൈനർ ചൈൽഡ്, അൺമാരീഡ് ആയിട്ടുള്ള ഡോട്ടേഴ്സിനെ എല്ലാം കണ്ടോ ഡീംഡ് ഓണേഴ്സായിട്ട് കൺസിഡർ ചെയ്യപ്പെടാം. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ പേരിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീനെ നമുക്ക് ഡീംഡ് ഓണറായിട്ട് കൺസിഡർ ചെയ്യപ്പെടാം. പിന്നെ അതുപോലെ തന്നെ ഈ ലീസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ലീസ് റൈറ്റ് ഉള്ള ആൾക്കും അവിടെ ഡീംഡ് ഓണറായിട്ട് കൺസിഡർ ചെയ്യപ്പെടാം. പിന്നീട് ഏതെങ്കിലും ഒരു കേസിൽ പൊസഷൻ വേറൊരാളുടെ കയ്യിലാണെന്നുണ്ടെങ്കിലും ഒറിജിനൽ റൈറ്റ് ആരുടെ കയ്യിലാണുള്ളത്, ടൈറ്റിൽ ഓഫ് ദി പ്രോപ്പർട്ടി ആരുടെ പേരിലാണുള്ളത്, അയാളെയും ഡീംഡ് ഓണറായിട്ട് കൺസിഡർ ചെയ്യപ്പെടാം. ദെൻ പിന്നീട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ പാർട്ടാണ് എക്സംഷൻ കേസുകളുണ്ടാവും. എല്ലാ കാര്യത്തിലും എക്സംഷൻ കേസുകളുണ്ടാവും. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ എക്സംപ്റ്റഡ് ആയിട്ടുള്ള കേസുകളാണ് പറയുന്നത്. ഇൻകം ടാക്സിനെ എക്സംപ്റ്റ് ആയിട്ടുള്ള കേസുകളാണ് ഈ പറയുന്നത്. ഇൻകം ഫ്രം ഫാം ഹൗസ്, ആനുവൽ വാല്യൂ ഓഫ് 1 പാലസ് ഓഫ് എക്സ് ഇന്ത്യൻ റൂളർ, ഇൻകം ഫ്രം പ്രോപ്പർട്ടി ഓണർ, ലോക്കൽ അതോറിറ്റി, സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷൻ, അങ്ങനെയുള്ള സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ ബിൽഡിങ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എക്സംപ്റ്റഡ് ആണ് ടാക്സിന്. അത് മനസ്സിലാക്കി വെക്കുക. അത് 1 വേർഡൊക്കെ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ക്വസ്റ്റ്യൻ പാർട്ടൊക്കെ ചോദിക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അത് 2 മാർക്കിന് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട്, സീലിംഗ് ഇല്ലാത്തതുകൊണ്ട് 4 മാർക്കിനായിട്ട് അങ്ങനെ ചോദിക്കാമെന്ന് തോന്നുന്നു. അതിൽ സീലിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ 3 പ്രോസസ്സാണ് ഈ കാൽക്കുലേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ആദ്യം അതിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, രണ്ടാമതായിട്ട് അതിൽ നിന്ന് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ അതിൽ നിന്ന് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യാം. 2 മാർക്കിനൊക്കെയാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ വെറും ഗ്രോസ് ആനുവൽ വാല്യൂ മാനുവൽ വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും. പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുന്ന ചോദിക്കുമ്പോഴാണ് അവിടെ SA പാർട്ടിനുള്ള ചാൻസ് വരുന്നത്. അതിനി കണ്ടിന്യൂ ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ എങ്ങനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഗ്രോസ് ആനുവൽ വാല്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് റെൻ്റാണ്. എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റിലും ഏതാണ് ഹയർ വാല്യൂ, അതിനെയാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണിത് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. സിമ്പിളാണ്, ഒരു പ്രോബ്ലം വെച്ച് തന്നെ ഇത് പറയാം. പെർട്ടിക്കുലേഴ്സ് ആയിട്ട് പ്രോബ്ലത്തിൽ ഫെയർ റെൻ്റൽ വാല്യൂ, മുനിസിപ്പൽ വാല്യൂ, സ്റ്റാൻഡേർഡ് റെൻറ്റ്, ആക്ച്വൽ റെൻ്റ് എല്ലാം തന്നിട്ടുണ്ടായിരിക്കും. ഇതിൽ ഫെയർ റെൻ്റൽ വാല്യൂവും ആദ്യം മുനിസിപ്പൽ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യുക. അതിൽ ഏറ്റവും ഹയർ വാല്യൂ ആർക്കാണോ അയാളെ കൺസിഡർ ചെയ്യുക. എന്നിട്ട് ആ ഹയർ വാല്യൂവും പിന്നീട് സ്റ്റാൻഡേർഡ് റെൻറ്റുമായിട്ട് വീണ്ടും കമ്പയർ ചെയ്യുക. അവിടെ ഏത് വാല്യൂ ആണ് ലീസ്റ്റ് വേണം, ഏതാണ് ചെറിയ വാല്യൂ, ആ വാല്യൂവിനെ കൺസിഡർ ചെയ്യുക. പിന്നീട് ആ ചെറിയ വാല്യൂവും ഹയർ വാല്യൂ ആയിട്ട് പിന്നീട് നമ്മൾ ആക്ച്വൽ റെൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഹയർ വൺ ഏതാണോ അയാളാണ് നമ്മുടെ ശരിക്കുള്ള ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ ഹൗസ് 1, ഹൗസ് 2, ഹൗസ് 3 എന്ന് തന്നിട്ടുണ്ട്. അതിൽ ഫെയർ റെൻ്റൽ വാല്യൂ
26,000, മുനിസിപ്പൽ വാല്യൂ 30,000 ആണ്. അതിൽ ഏറ്റവും ഹയർ വാല്യൂ 30,000 ആണ്. അപ്പോൾ ആ 30,000 നമ്മൾ എടുക്കുക. ദെൻ സ്റ്റാൻഡേർഡ് റെൻ്റ് ഇവിടെ നില്ലാണ്. അതുകൊണ്ട് നമ്മുടെ ലീസ്റ്റ് വണ്ണും ഹയർ വാല്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ വാല്യൂനുള്ള അവിടെ 30,000 അപ്പോൾ എടുക്കുക. ആ 30,000 അത് ആക്ച്വൽ റെൻ്റായിട്ട് വീണ്ടും കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഹയർ വൺ ആരാണോ അയാളാണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ. അതായത് 30,000 33,000 നോക്കുമ്പോൾ 33,000 തന്നെയാണ് അവിടെ ഹയർ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതായിരിക്കും അവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ. ഹൗസ് ടൂവിൻ്റെ കേസിൽ നോക്കുക ഒരെണ്ണം കൂടിയും പറയാം. ഫെയർ റെൻ്റൽ വാല്യൂ 55,000, മുനിസിപ്പൽ വാല്യൂ 50,000, ഹയർ വൺ 55,000 ആണ്. ദെൻ അത് സ്റ്റാൻഡേർഡ് റെൻ്റായിട്ട് കൺസിഡർ ചെയ്യപ്പെടുമ്പോഴാണ് അത് എക്സ്പെക്റ്റഡ് റെൻ്റ് ആവുന്നത്. അപ്പോൾ 55,000 48,000 കൂടി നോക്കുമ്പോൾ ലീസ്റ്റ് വാല്യൂ അവിടെ 48,000 ആണ്. ദെൻ ആ 48,000 ആക്ച്വൽ റെൻ്റായ 46,000 വീണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഹയർ വാല്യൂ അവിടെ 48,000 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ. സിമ്പിളായ പ്രോസസ്സാണ്. കമ്പയർ ചെയ്തിട്ട് ആദ്യം ഫെയർ റെൻ്റൽ വാല്യൂ മുനിസിപ്പൽ വാല്യൂ കമ്പയർ ചെയ്തിട്ട് ഹയർ വൺ എടുക്കുക. ദെൻ ആ വാല്യൂവും ഹയർ വാല്യൂവും സ്റ്റാൻഡേർഡ് റെൻ്റ് നോക്കി അതിൽ ലീസ്റ്റ് വൺ എടുക്കുക. ദെൻ ആ ലീസ്റ്റ് വാല്യൂവും പിന്നീട് ആക്ച്വൽ റെൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹയർ വാല്യൂ എടുക്കുക. ആദ്യം കൂടിയത് പിന്നെ കുറഞ്ഞത് പിന്നെയും കൂടിയത് അങ്ങനെ എടുക്കുക. അതായിരിക്കും അവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ. ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അത് ആദ്യം പഠിച്ചിരിക്കണം. ദെൻ എങ്ങനെയാണ് അതിൽ നിന്ന് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആനുവൽ വാല്യൂ കണ്ടെത്താൻ ഒരു പാടില്ല. കാരണം അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്താൽ കിട്ടുന്നതാണ് ആനുവൽ വാല്യൂ. മുനിസിപ്പൽ ടാക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സർവീസ് ടാക്സുകളാണ്. അതായത് ചെറിയ ചെറിയ മെയിൻ്റെനൻസ് ടാക്സ്, വാട്ടർ ടാക്സ്, ലിഫ്റ്റ് മെയിൻ്റെനൻസ് ടാക്സ് അങ്ങനെയൊക്കെ പറയുന്ന കുഞ്ഞു കുഞ്ഞു ടാക്സുകളാണ് സർവീസ് ടാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സിമ്പിളാണ്. ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ സർവീസ് ടാക്സുകൾ പറഞ്ഞിട്ട് ലിഫ്റ്റ് മെയിൻ്റെനൻസ് ടാക്സ്, വാട്ടർ ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ നോക്കിയാലും അത് ആഡ് ചെയ്തിട്ട് ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്ന് ലെസ് ചെയ്താലും മതി. അപ്പോൾ എളുപ്പമാണ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. സ്റ്റാൻഡേർഡ് റെൻ്റ്, മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെൻ്റൽ വാല്യൂ, മന്ത്ലി റെൻ്റൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഗ്രോസ് ആനുവൽ വാല്യൂ നമുക്ക് 48,000 കിട്ടും. അതിൽ നിന്ന് മുനിസിപ്പൽ വാല്യൂ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ 4,500 ഡയറക്റ്റ് ലെസ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് നേരെ ആനുവൽ വാല്യൂ കിട്ടുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ ഇതിൽ പറയാൻ. ഏറ്റവും എളുപ്പമുള്ളൊരു പ്രോസസ്സാണ് ഇത് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ദെൻ നെഗറ്റീവ് ആനുവൽ വാല്യൂ എന്താണെന്ന്, അതൊന്നുമില്ല. ഗ്രോസ് ആനുവൽ വാല്യൂവിനേക്കാൾ കൂടുതൽ മുനിസിപ്പൽ ടാക്സ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനുവൽ വാല്യൂ അവിടെ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കേസിന് പറയുന്ന പേരാണ് നെഗറ്റീവ് ആനുവൽ വാല്യൂ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇല്ലസ്ട്രേഷൻ 6ൽ. അതിൽ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ നമുക്ക് നോക്കുമ്പോൾ അവിടെ കിട്ടുന്നത് 15,600 ആയിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടുന്നത്. ദെൻ അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ മുനിസിപ്പൽ ടാക്സ് തന്നിട്ടുള്ളത് ഇയർ വൈസ് ആണ്. അപ്പോൾ ഇയർ വൈസ് തരുമ്പോൾ നമ്മൾ മൊത്തത്തിൽ എത്ര ഇയർ ഉണ്ട് അത് തമ്മിൽ ഗുണിച്ചാൽ മതി. അവിടെ 3,600 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് 5 വർഷമാണ്. അപ്പോൾ 3,600 5 കിട്ടുമ്പോൾ 18,000 കിട്ടുന്നുണ്ട് മുനിസിപ്പൽ ടാക്സ്. അല്ലെങ്കിൽ മുനിസിപ്പൽ ടാക്സ് ചിലപ്പോൾ ഡയറക്റ്റായിട്ടും തരും. അങ്ങനെ ഡയറക്റ്റായിട്ട് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ കിട്ടും. അങ്ങനെ ഗ്രോസ് ആനുവൽ വാല്യൂവിനേക്കാൾ കൂടുതലായിട്ട് മുനിസിപ്പൽ ടാക്സ് കിട്ടുന്ന കേസിലാണ് നമ്മൾ അത് നെഗറ്റീവ് ആനുവൽ വാല്യൂ ആണെന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ ആ സിറ്റുവേഷന്. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ പ്രോസസ്സ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഏറ്റവും എളുപ്പമാണ്. ഗ്രോസ് ആനുവൽ വാല്യൂയും ആനുവൽ വാല്യൂയും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഇൻകം കാണാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ ഒരു 3 പ്രോസസ്സ് പക്കയായി പഠിച്ചിട്ടുണ്ടെങ്കിൽ എസ് എന്തായാലും കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക. ആദ്യം ഗ്രോസ് ആനുവൽ വാല്യൂയും ആനുവൽ വാല്യൂയും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക എല്ലാ ക്വസ്റ്റ്യൻ തരുമ്പോഴും. ഇതൊക്കെ ലെറ്റ് ഔട്ട് ചെയ്ത കേസുകളാണ്. നമ്മൾ ഇനി കൂടുതൽ വരുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി ഇതൊക്കെ നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്ത് കൊടുക്കുന്ന കേസിലാണ്. ഇത് വാടകയ്ക്ക് കൊടുക്കുകയാണ്. നമ്മുടെ ഒരു പ്രോപ്പർട്ടി നമ്മൾ വാടകയ്ക്ക് കൊടുക്കണം, അപ്പോഴല്ലേ നമുക്ക് ഇൻകം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ലെറ്റ് ഔട്ട് കേസുകളാണ് അത് പറയുന്നത്. ഇനി സെൽഫ് ഓക്യുപ്പൈഡ് കേസുകളൊക്കെ വരും, അത് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്, അതിന് പറയാം. അപ്പോൾ എങ്ങനെയാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ആനുവൽ വാല്യൂ കിട്ടി വെക്കുക. എല്ലാം ചെയ്ത് നിങ്ങൾ ഗ്രോസ് ആനുവൽ വാല്യൂയും അതുപോലെ ആനുവൽ വാല്യൂയും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അതിൽ നിന്ന് ആനുവൽ വാല്യൂൻ്റെ 30% എടുത്തിട്ട് ലെസ് ചെയ്യുക. ഇനി അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം വരുമ്പോൾ ലെസ് ചെയ്യാണ് ചെയ്യുക ആനുവൽ വാല്യൂയിൽ നിന്ന്. അപ്പോൾ ലെസ് ചെയ്തിട്ട് 30% ലെസ് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ എന്തെങ്കിലും ലോൺ ടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റും ലെസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രീ അക്വിസിഷൻ പീരിയഡിലുള്ള പ്രീ കൺസ്ട്രക്ഷൻ പീരിയഡിൽ ഉണ്ടാവുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റും അതിൻ്റെ 1/5
ലെസ് ചെയ്ത് വെക്കുക. ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവും. അതിൽ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു ലോണ് ബോറോ ചെയ്ത ടൈം മുതൽ എന്നാണോ ഈ ഒരു കൺസ്ട്രക്ഷൻ പൂർത്തീകരിച്ചത് ആ ഒരു ടൈം വരെയുള്ള, അതായത് ഇപ്പോൾ നവംബറിലാണ് അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുക അവിടെ മാർച്ച് 31 വരെയാണ്. അത് ഏത് ഇയറിലാണ്, മാർച്ച് ആ കറണ്ട് ഇയറിൽ മാർച്ച് വരെയാണ് നമ്മളത് എടുക്കുക. ഇപ്പം ഏപ്രിലാണെന്നുണ്ടെങ്കിൽ ആ ഏപ്രിൽ നമ്മൾ നോക്കില്ല, മാർച്ച് വരെ നോക്കുകയുള്ളൂ. കാരണം ഫിനാൻഷ്യൽ ഇയർ അവിടെ മാർച്ച് 31 വരെയാണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ മാർച്ച് 31 വരെ നോക്കുന്നത്. ദെൻ അല്ലെങ്കിൽ എന്നാണോ ലോൺ റീപേ ചെയ്തത് ആ ഇയർ, ഈ പ്രീ കൺസ്ട്രക്ഷനാണോ ആദ്യം തീർന്നത് അതോ പേയ്മെൻ്റ് ആണോ ആദ്യം ചെയ്തത്, ഏറ്റവും ഏർലിയർ ആരാണോ ചെയ്തിട്ടുള്ളത്, ഏതാണോ നടന്നിട്ടുള്ളത്, ആ നടന്ന പ്രോസസ്സാണ് നമ്മൾ ടേക്ക് ചെയ്യുക. ഏറ്റവും ഏർലിയർ ആയിട്ട് നടന്ന പീരിയഡ് മുതൽ നമ്മൾ ലോൺ എന്നാണ് ബോറോ ചെയ്തിട്ടുള്ളത് ആ ഒരു ടൈം വരെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവും. Mr. Thomas owns a house which is let out on monthly rent for 4,000. Municipal value of the house is 50,000 and its fair rental value is 49,000. He paid municipal tax of rupees 2,500 during the previous year. ഇവിടെ നമ്മുടെ ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വേറെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഗ്രോസ് ആനുവൽ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ he has borrowed 2 lakh at 12% per annum for the construction of the house on 1st May 2016. The construction was completed on 30th November 2018. The loan not repaid till 31st March 2020. ഇവിടെ തന്നിട്ടുള്ളത് നമ്മൾ ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നേരത്തെ തന്ന ഈ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ വരെ കാൽക്കുലേറ്റ് ചെയ്യാം. അത് നേരിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ 15,000 തന്നിട്ടുണ്ട്. അത് 47,500 വരെ കിട്ടിയിട്ടുണ്ട്. ദെൻ അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഇനിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കുക. ബാക്കിയുള്ളതെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അതാണ് നമ്മുടെ 30% ഡിഡക്റ്റ് ചെയ്യുക. അങ്ങനെ എഴുതിയാലും മതിയില്ല, 30% ഓഫ് ആനുവൽ വാല്യൂ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞ് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ 47,500 30% ആണ് നമ്മുടെ 14,250 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യുക. ഇത് നമ്മളിവിടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ലോൺ ടേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ്, അതായത് 2 lakh എടുത്തിട്ടുണ്ട് 12% ഇൻട്രസ്റ്റിന് പെർ ആനത്തിൽ. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റാണ് നമ്മുടെ ഈ ഒരു 24,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ലെസ് ചെയ്യുക. പിന്നെ പറഞ്ഞിരുന്നു നമ്മൾ ഏതെങ്കിലും ഒരു പ്രീ കൺസ്ട്രക്ഷൻ പീരിയഡിലുള്ള ഇൻട്രസ്റ്റിൻ്റെ 1/5 ഡിഡക്റ്റ് ചെയ്യണം എന്നുള്ളത്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ എന്നാണോ ലോൺ ബോറോ ചെയ്തത് അത് മുതൽ ഏതാണോ ഏർലിയർ ആയിട്ട് നടന്നത്, അതായത് ലോൺ പേയ്മെൻ്റ് ആണോ ഏർലിയർ ആയിട്ട് നടന്നത് അതോ കൺസ്ട്രക്ഷൻ ആണോ കംപ്ലീറ്റ് ചെയ്തത് ആദ്യം, ആ ഒരു ഫസ്റ്റ് നടന്ന പ്രോസസ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. അപ്പോൾ ഈ കേസിൽ നമ്മളിവിടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഡേറ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ബോറോ ചെയ്ത ഡേറ്റും തന്നിട്ടുണ്ട്, കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത ഡേറ്റും തന്നിട്ടുണ്ട്, ഏർലിയർ ആയിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള മന്തിൻ്റെ ഡ്യൂറേഷനാണ് നമ്മളോട് നോക്കുക. 1st May 2016 മുതൽ 30 November 2018 വരെയാണ് തന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു നവംബർ ആണെങ്കിൽ ഏപ്രിൽ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് ഇയർ സ്റ്റാറ്റസ് വെച്ചിട്ട് പ്രീവിയസ് ഇയർ സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് നമ്മൾ 31st March വരെയാണ് നമ്മൾ ഈ ഒരു സാധനം കൺസിഡർ ചെയ്യുക. അതായത് ഇയർ വൈസ് മന്ത് വൈസ് നമ്മൾ ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 30 November 2018 തന്നാലും നമ്മൾ March 31 വരെ അവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 23 months ആയിരിക്കും. അപ്പോൾ നേരിട്ട് നമ്മൾ 2 lakhൻ്റെ 12% എത്രയാണെന്ന് കാണുന്നു. ആ 12% നിന്ന് 23 monthsൻ്റെ 1/5 കാണുന്നു. ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നോട്ടിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുക, മനസ്സിലാവും. 2 lakhൻ്റെ 12% കണ്ടു, അതിൽ നിന്ന് 23 months ഡിവൈഡ് ബൈ 12, ഒരു കൊല്ലം 12 മാസമല്ലേ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 46,000 കിട്ടുന്നുണ്ട്. 46,000 1/5 ആണ് ഈ 9,200 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും അവിടെ 47,450 നമുക്ക് കിട്ടുന്നുണ്ട്. നേരിട്ട് ഇത് ചെയ്യുമ്പോൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 15 എന്ന്. അങ്ങനെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് നോർമലായിട്ട് ചോദിക്കുക. ഇനി കൂടുതൽ വരുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് കേസുകളാണ്. ഇത്രയും നേരം പറഞ്ഞതെല്ലാം ലെറ്റ് ഔട്ട് ചെയ്ത കേസുകളാണ്. നമുക്ക് ഇൻകം കിട്ടുന്നത് ലെറ്റ് ഔട്ട് ചെയ്യുമ്പോഴാണ്, വാടകയ്ക്ക് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഇനി പറയുന്നത് സെൽഫ് ഓക്യുപ്പൈഡ് കേസിലാണ്. അതായത് ഓണർ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് ഫുള്ളി സെൽഫ് ഓക്യുപ്പൈഡ് ആയിരിക്കും, അതായത്
ഹാഫ് സെൽഫ് ഓക്യുപ്പൈഡും ഹാഫ് ലെറ്റ് ഔട്ടും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇനി സെൽഫ് ഓക്യുപ്പൈഡിൻ്റെ കേസിൽ നോക്കുക. ഫുള്ളി സെൽഫ് ഓക്യുപ്പൈഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ആനുവൽ വാല്യൂ ഇല്ലായിരിക്കും. കാരണം അവിടെ വാടകയൊന്നും കിട്ടുന്നില്ലല്ലോ, സ്വന്തം ആവശ്യത്തിന് യൂസ് ചെയ്യല്ലേ. അപ്പോൾ അവിടെ ആനുവൽ വാല്യൂ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവിടെ നില്ലായിരിക്കും. കാരണം അവിടെ ഒന്നും ഇൻകം കിട്ടാനില്ല. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ അവിടെ ഓൺലി കൺസിഡർ ചെയ്യുന്നൊരു സാധനം, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രമാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എടുക്കുമ്പോൾ ആ ഇൻട്രസ്റ്റ് ഓൺ ലോൺ കിട്ടുന്നതിനും ചില കണ്ടീഷൻസ് ഉണ്ട്. ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഇന്ന് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഇൻട്രസ്റ്റ് കണ്ടോ അല്ലെങ്കിൽ ലോൺ കണ്ടോ ഓണേഴ്സിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാൻ കൊടുക്കുന്നതിൻ്റെ കണ്ടീഷൻസാണ് ഇവിടെ പറയുന്നത്. ആ ഒരു 3 കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിപ്പയറിനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ 30,000 വരെയുള്ള എമൗണ്ട് കൊടുക്കാം, ബാങ്ക് പ്രൊവൈഡ് ചെയ്യാം ആൾക്ക്, ഇൻഡിവിജ്വലിനെ. ദെൻ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ 1999 ശേഷം ലോൺ എടുക്കുന്ന ആൾക്ക് ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ വരെ അവിടെ ലോണ് പ്രൊവൈഡ് ചെയ്യാമെന്നുള്ളൊരു റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആ ലോൺ എടുത്തതിന് ശേഷം 5 വർഷത്തിനുള്ളിൽ ഈ ഒരു പ്രോസസ്സ്, അതായത് കൺസ്ട്രക്ഷൻ പൂർത്തീകരിക്കണം എന്നുള്ളൊരു കണ്ടീഷനും ഉണ്ട്. ദെൻ മൂന്നാമത്തത് 2020-21 2 സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പറ്റും എന്നുള്ളൊരു നിയമം വന്നത്. ഇതിന് മുന്നേ വരെ ഒരു സെൽഫ് ഓക്യുപ്പൈഡ് കേസിൽ മാത്രമേ അവർ ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2020 തൊട്ടിട്ട് 2 സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിന് വേണ്ടിയിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലായിരിക്കും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ അടിക്കാൻ വേണ്ടിയിട്ട് അവിടെ മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെൻ്റൽ വാല്യൂ ഒക്കെ തരുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ സെൽഫ് ഓക്യുപ്പൈഡിൻ്റെ കേസിൽ നോക്കുക, അർത്ഥം തന്നെ നമുക്ക് മനസ്സിലാവും, അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പോൾ അവിടെ ആനുവൽ വാല്യൂ ഇല്ലായിരിക്കും. അപ്പോൾ അതിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ അതിന് നമുക്ക് നേരിട്ട് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഇത് മിക്കവാറും ഡയറക്റ്റായിട്ട് തന്നെ ആയിരിക്കും തരിക. കാരണം നമുക്ക് അവർ എങ്ങനെയാണ് കണ്ടീഷൻ പറഞ്ഞാലും നമുക്ക് അറിയില്ലല്ലോ ഒരു ബാങ്കിൻ്റെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റായിട്ട് തന്നെയായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ലോൺ തരിക. അപ്പോൾ അത് ജസ്റ്റ് ലെസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിൻ്റെ ഇൻകം കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ 3 കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആദ്യം സെൽഫ് ഓക്യുപ്പൈഡിൻ്റെ കേസിലും ലെറ്റ് ഔട്ടിൻ്റെ കേസിലും ഫ്രം ഓൺ ബിസിനസ്സിൻ്റെ കേസിലും തന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ 3ൻ്റെയും നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയും തരാം. അപ്പോൾ ഇവിടെ നമ്മൾ ഹൗസ് 3യുടെ കേസിൽ ഫോർ ഓൺ ബിസിനസ്സാണ്. അത് ഈ ഒരു പാർട്ടിൽ പറയുന്നില്ല, അത് ഇൻകം ഫ്രം ബിസിനസ് എന്നുള്ള പാർട്ടാണ്, അപ്പോൾ അതോടെ പറയുന്നില്ല. ദെൻ ഹൗസ് 1ൻ്റെ കേസിൽ സെൽഫ് ഓക്യുപ്പൈഡ് ആണ്, അവിടെ ആനുവൽ വാല്യൂ ഇല്ലാന്ന് അപ്പോൾ തന്നെ ആലോചിക്കണം. അപ്പോൾ ഡയറക്റ്റായിട്ട് അത് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോണോട് തന്നിട്ടുണ്ട്, ഡയറക്റ്റായിട്ട് 40,000 തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നേരിട്ട് നമുക്ക് ഈ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലോസ് ഫ്രം പ്രോപ്പർട്ടി കാണാം 40,000 എന്ന്. ദെൻ ലെറ്റ് ഔട്ടിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ അത് ചെയ്തതിന് ശേഷം അതിൻ്റെ ആനുവൽ വാല്യൂൻ്റെ 30%, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രം അവിടെ തന്നിട്ടുള്ളത്, അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രം ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് അതിൻ്റെ ആൻസറും കിട്ടും. ഇതൊക്കെ അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള പാർട്ടുകളാണ്. അപ്പോൾ ഇനിയെന്നുള്ളത് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതാണ്. അഡ്ജസ്റ്റ്മെൻ്റൊക്കെ വളരെ എളുപ്പമുള്ളതാണ്. ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാം. അതിൽ പാർട്ട് ഓഫ് ദി ഹൗസ് ചിലപ്പോൾ സെൽഫ് ഓക്യുപ്പൈഡ് ആയിരിക്കും, ബാക്കിയുള്ള പാർട്ട് അവിടെ ലെറ്റ് ഔട്ടിൻ്റെ കേസിലായിരിക്കും. അപ്പോൾ സെൽഫ് ഓക്യുപ്പൈഡിൻ്റെ കേസിലാണ് നമ്മൾ ആലോചിക്കുക അവിടെ ആനുവൽ വാല്യൂ ഇല്ലായിരിക്കും, കാരണം അവിടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഹൗസ്. ദെൻ ലെറ്റ് ഔട്ടിൻ്റെ കേസിലാണെങ്കിൽ അവിടെ മന്ത്ലി റെൻറ്റ് കിട്ടും എന്ന് ആലോചിക്കുക, അപ്പോൾ അവിടെ ഇൻകം ഉണ്ടായിരിക്കും. ദെൻ ഇവിടെ തന്നിട്ടുണ്ട് ഹാഫ് ഓഫ് ദി പോർഷൻ, ഇല്ലുസ്ട്രേഷൻ 16 ഹാഫ് ഓഫ് ദി പോർഷന് സെൽഫ് ഓക്യുപ്പൈഡും ബാക്കിയുള്ള ഹാഫ് പാർട്ട് ലെറ്റ് ഔട്ടും ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ രണ്ടും നമ്മൾ ചെയ്യണം, ലെറ്റ് ഔട്ടും ചെയ്യണം, സെൽഫ് ഓക്യുപ്പൈഡും ചെയ്യണം. അപ്പോൾ ലെറ്റ് ഔട്ട് പോർഷൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ തന്ന വാല്യൂസിൻ്റെ ഹാഫ് എടുക്കണം, കാരണം നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഹാഫാണ് എന്നുള്ളത്. അപ്പോൾ ഒക്കെ അതിൻ്റെ ഹാഫ് പാർട്ട് എഴുതി വയ്ക്കുക. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് 85,000, 42,500, 90,000, 45,000 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അവിടെ മന്ത്ലി റെൻറ്റ് മാത്രം നമ്മൾ എപ്പോഴും ഫുള്ളി എടുക്കണം, ഒരു കൊല്ലത്തിൻ്റെ എടുക്കണം, അങ്ങനത്തെ കേസുകളിലത് അത് എപ്പോഴും നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താലും അവിടെ ഹയർ വാല്യൂ നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടുക 57,600 ആണ് അവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടുക. ഇവിടെ ഫെയർ റെൻ്റൽ വാല്യൂ തന്നിട്ടില്ല, മുനിസിപ്പൽ വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് 45,000 ആണ്. അത് സ്റ്റാൻഡേർഡ് റെൻ്റായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും ലീസ്റ്റ് 42,500 അതും മന്ത്ലി റെൻ്റായ 57,600 കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഹയർ വാല്യൂ 57,600 ആണ്. അതാണ് അവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ മുനിസിപ്പൽ ടാക്സിൻ്റെ ഹാഫ്
2000 ലെസ് ചെയ്യും. അപ്പോൾ ആനുവൽ വാല്യൂ കിട്ടും 55,600. അതിൻ്റെ 35% ആണ് 60,680 എന്നുള്ളത്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോണോടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഹാഫ് പാർട്ട് 80,000 എടുക്കുക. ഡയറക്റ്റായിട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് കിട്ടും 30,920 കിട്ടും. ദെൻ സെൽഫ് ഓക്യുപ്പൈഡിൻ്റെ കേസിലൊന്നും നോക്കിയാൽ ആനുവൽ വാല്യൂ അവിടെ നില്ലാണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ദെൻ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 22,920 എന്ന് തന്നിട്ടുണ്ട്. 8,000 തന്നിട്ടുണ്ട്. ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ ചെയ്യുമ്പോൾ 2 കേസിൽ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ 2 വാല്യൂസും ലെറ്റ് ഔട്ടിൻ്റെ വാല്യൂവും സെൽഫ് ഓക്യുപ്പൈഡിൻ്റെ വാല്യൂസും ഒന്ന് ലെസ് ചെയ്തിട്ട് കാണിക്കണം. അതായിരിക്കും നമ്മുടെ ആ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. കാരണം ഒരു പ്രോപ്പർട്ടി അവിടെ ഹാഫ് പാർട്ട് അവിടെ സെൽഫ് ഓക്യുപ്പൈഡും ഹാഫ് പാർട്ട് ലെറ്റ് ഔട്ടുമാണ്. അപ്പോൾ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ടും തമ്മിൽ ലെസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇങ്ങനെ ഹാഫ് പാർട്ടായിട്ട് തരും. ഇനി ചില പാർട്ടുകൾ മാത്രം ലെറ്റ് ഔട്ട്, അതായത് 3 months ലെറ്റ് ഔട്ടും ബാക്കിയുള്ള 9 months സെൽഫ് ഓക്യുപ്പൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് തരും. അപ്പോൾ അവിടെ മന്ത്ലി റെൻറ്റ് മാത്രം കണ്ടോ ആ ഒരു രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇല്ലുസ്ട്രേഷൻ 70 നമുക്കിവിടെ എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. ഗ്രോസ് ആനുവൽ വാല്യൂ ഇനി സംശയമില്ലാത്ത കാര്യമാണ്, എന്നാലും പറയാം. മുനിസിപ്പൽ വാല്യൂ 40,000 തന്നിട്ടുണ്ട്. ഫെയർ റെൻറ്റ് 42,000 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഹയർ വാല്യൂ 42,000. അതും സ്റ്റാൻഡേർഡ് റെൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ 42,000 തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ദെൻ മന്ത്ലി റെൻറ്റ്, അതായത് ആക്ച്വൽ റെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3,800 × 12 ആണ് സാധാരണ ഇതിൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സെൽഫ് ഓക്യുപ്പൈഡ് ആണ് 4 മാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ 4 മന്ത് ഒഴികെ ബാക്കിയുള്ള 8 മാസത്തിൻ്റെ റെൻറ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് 3,800 × 8 ചെയ്യുമ്പോൾ അതായിരിക്കും നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് 2 പ്രോസസ്സായിട്ട് നമുക്ക് ഇങ്ങനെ പാർട്ട് തരുമ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ കാണാം. കാരണം മന്ത്ലി റെൻറ്റ് എത്രയാണോ അത് കണ്ടോ അത് മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. അതായത് ഇവിടെ മന്ത്ലി റെൻറ്റ് 3,800 തന്നിട്ടുണ്ട്. അവിടെ ലെറ്റ് ഔട്ട് 8 months ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 3,800 × 8 ചെയ്താൽ നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടും. അപ്പോൾ ഈ മുനിസിപ്പൽ വാല്യൂ ഫെയർ റെൻറ്റ് വാല്യൂ ഒക്കെ തരുമ്പോൾ അങ്ങനെ ചെയ്താലും നമുക്ക് കണ്ടോ നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടും. പക്ഷേ ഇങ്ങനെ പാർട്ടിൻ്റെ കേസ് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. മന്ത്ലി റെൻറ്റും ലെറ്റ് ഔട്ടിൻ്റെ മന്ത് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടുന്നതായിരിക്കും. ദെൻ മുനിസിപ്പൽ ടാക്സ് തന്നിട്ടുണ്ട്, അത് ലെസ് ചെയ്യാം, 2,000 ലെസ് ചെയ്യാം, ആനുവൽ വാല്യൂ കിട്ടും. ദെൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 12,000, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 28,000. അപ്പോൾ ഇത്രയാണ് ചോദിക്കാറുള്ള പാർട്ടുകൾ. ഇനി മോർ ദാൻ 2 houses ഒക്കെ സെൽഫ് ഓക്യുപ്പൈഡ് ആണെന്നുണ്ടെങ്കിൽ സാധാരണ ഉള്ള ഒരു ഹൗസിൻ്റെ ചെയ്യണ പോലെ 2 ഹൗസ് ചെയ്യണമെന്നേ ഉള്ളൂ. അതായത് സാധാരണ ഒന്ന് എ ചെയ്യുക, അതിന് ശേഷം ബി ചെയ്യുക, അല്ലാണ്ട് അതിൽ ഡിഫറൻസുകളൊന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു പാർട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ദെൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.